സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ. ചേർന്ന് പാടാം. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ. എൻ നേരെ വന്നതാ വാക്കിന്നമ്പിനാ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. എൻ നേരെ വന്നതാ വാക്കിന്നമ്പിനാ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലമേ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും. അതുകൊണ്ട് നന്ദിയോടെ ഓ ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താ. നിൻ ശക്തിയാൽ എൻ്റെ ആരമുറുക്കിയും എൻ വഴികളിലെല്ലാം കുറവ് തീർത്തിടും. വിശ്വാസത്തോടെ നിൻ ശക്തിയാൽ എന്നെ ആരമുറുക്കിയും എൻ വഴികളിലെല്ലാം കുറവ് തീർത്തിടും. ഓ എൻ്റെ കാൽകളെ മാൻപേടക്കാലിന് തുല്യമാക്കിടും. പിന്നെ ഗിരികളിൽ നടത്തും. എൻ്റെ തുല്യമാക്കിടും. പിന്നെ ഗിരികളിൽ നിർത്തും. നിൻ സൗമ്യത എന്നെ വലിയവനാക്കിടും. നിൻ സൗമ്യത എന്നെ വലിയവൻ. മടികൂടാതെ സർവശക്തനായ ദൈവത്തെ ഉയർത്തിയാട്ടെ, ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താ. 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 ഇന്ന് രാത്രിയിലും എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇനിയുള്ള ആണ്ടിലും ഇതുവരെ എന്നെ നടത്തിയ കർത്താവ്
ഇനിയും എന്നെ നടത്താൻ വിശ്വസ്തനത്രേ, ഇനിയും എന്നെ പുലർത്താൻ വിശ്വസ്തനത്രേ. ആമേൻ. അതുകൊണ്ട് ഒന്ന് പറയാവോ, കർത്താവേ, ആമേൻ, ഇനിയുള്ള വർഷങ്ങളിലും ഇനിയുള്ള നാളുകളിലും നീ മാത്രം മതി, നിന്റെ സാന്നിധ്യം മാത്രം മതി, നിന്റെ കരുതൽ മാത്രം മതി, നിന്റെ കൃപ മാത്രം മതി. അതുകൊണ്ട് ആ വചനം പറയുന്നത്, ആമേൻ, എന്റെ കൃപ നിനക്ക് മതി. ആമേൻ. Your grace is sufficient for me. Your grace is enough for me. ആമേൻ. മറ്റൊരുത്തരിലും ആമേൻ എനിക്ക് ആശ്രയിക്കേണ്ട കാര്യമില്ല. കാരണം എന്നെ നടത്താൻ സർവശക്തനായ ഒരു അപ്പൻ എനിക്കുണ്ട്. ഓ ഇന്ന് രാത്രിയിലും ഉറപ്പുള്ളവർ എന്ന് പറഞ്ഞ്, ഓ അപ്പന്റെ കരുതൽ മതി, അവന്റെ കൃപ മതി. ഇനിയുള്ള ആണ്ടിലും നടത്തിടും. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ചേർന്നൊന്ന് പാടാവും ഇന്ന് രാത്രിയിൽ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ അടുത്ത വർഷത്തേക്കൊരു തീരുമാനമാകട്ടെ ഇത്. എന്റെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, നീ മാത്രം മതി, നീ മാത്രം. ഉയർച്ചയിലും താഴ്ചയിലും ആമേൻ, സുഖത്തിലും ദുഃഖത്തിലും നീ മാത്രം മതി അപ്പാ. ഓ നീ മാത്രം മതി, ഓ നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ഓ യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. അക്കരങ്ങളെല്ലാം ചേർത്തടിച്ച് ആ കർത്താവിന് നന്ദി പറഞ്ഞ് ഇന്ന് രാത്രിയിലും അളവില്ലാത്ത ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ പകരുന്നതിനായി നന്ദി പറഞ്ഞാട്ടെ. അത്തരങ്ങളെല്ലാം തുറന്ന്, കർത്താവേ, നിന്റെ സാന്നിധ്യത്തെ ഞങ്ങളുടെ മേൽ പകരുന്നതിനായി ഞങ്ങൾ നന്ദി പറയും. ഇനിയുള്ള നാളുകളിൽ നീ മാത്രം മതിയെന്ന് ഞങ്ങൾ തീരുമാനിക്കുക. മറ്റാരേക്കാളും മറ്റെന്തിനേക്കാളും നിന്റെ സാന്നിധ്യം മതിയപ്പ, നിന്റെ കൃപ മതിയപ്പ. അതുമാത്രമല്ല, ഇന്ന് രാത്രിയിൽ ആമേൻ, ഇതുവരെ ഞങ്ങളെ നടത്തിയതിനെ ഓർത്തങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയാം. കാരണം ഈ വർഷവും ഞങ്ങൾക്ക് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ നടുവിലും ഞങ്ങളെ നിർത്തിയത് ആ കൃപയാണ്. ആമേൻ. നാം കേട്ട വാഗ്ദത്തം ഒരു മഹാകൃപ ഈ വർഷം എല്ലാവരുടെ മേലും ചൊരിയപ്പെടും. എൻ്റെ ജീവിതപ്രകാരം ആമേൻ എനിക്ക് പറയാൻ കഴിയും, എൻ്റെ ജീവിതം സാക്ഷ്യം വെച്ച് എനിക്ക് പറയാൻ കഴിയും, ദൈവത്തിൻ്റെ വലിയൊരു കൃപ തിരിച്ചറിഞ്ഞ വർഷമായത്. ആമേൻ. പലപ്പോഴും പല പ്രശ്നങ്ങൾ വന്നപ്പോഴും ആമേൻ, ഞാൻ എങ്ങനെ അതിനെ നേരിട്ടു എന്ന് ആമേൻ എനിക്ക് പോലും അറിയാത്ത വിധത്തിൽ എൻ്റെ കർത്താവ് എന്നെ നടത്തി, എൻ്റെ കർത്താവ് എന്നെ പുലർത്തി. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും എനിക്ക് ആ കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല, എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. ആമേൻ. ഹൃദയത്തിൽ ആ ആഗ്രഹമുള്ളവർ അല്പസമയം കൂടെ നമ്മുടെ നല്ലവനായ ദൈവത്തെ അക്കരങ്ങളെല്ലാം ചേർത്തടിച്ച് ശക്തിയോടെ ഒന്ന് സ്തുതിച്ചാട്ടെ. ശക്തിയോടെ കരങ്ങളെല്ലാം ചേർത്തടിച്ച ഓ
നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ വല്ലഭ നിൻ കൃപയോർക്കുമ്പോ നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ വല്ലഭ നിൻ കൃപയോർക്കുമ്പോ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ വല്ലഭ നിൻ കൃപയോർക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ വല്ലഭ നിൻ കൃപയോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ വൻശോധനാവേളയിൽ തീച്ചൂളയിൻ നടുവിൽ വൻശോധനാവേളയിൽ തീച്ചൂളയിൻ നടുവിൽ ചാരത്തണഞ്ഞു രക്ഷിച്ച മമഭ്രാന്തനെ നിൻ സ്നേഹമോർക്കുമ്പോൾ ചാരത്തണഞ്ഞു രക്ഷിച്ച മമഭ്രാന്തനെ നിൻ സ്നേഹം നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ വല്ലഭ നിൻ കൃപയോർക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ വല്ലഭ നിൻ കൃപയോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ കൊടും ഭാവിയായിരുന്നെ വൻചേറ്റിൽ നിന്നും കയറ്റി കൊടും ഭാവിയായിരുന്നെ വൻചേറ്റിൽ നിന്നും കയറ്റി ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടും എന്റെ നാവിൽ തന്നതാ ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടും എന്റെ നന്ദിയാ എന്നുള്ളം തുള്ളുന്നേ വല്ലഭ നിൻ കൃപയോർക്കുമ്പോ നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ വല്ലഭ നിൻ കൃപയോർക്കുമ്പോ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ലോകം തരാത്ത ശാന്തി ഹൃദയം നിറച്ച സ്നേഹമാ ഈ ലോകം തരാത്ത ശാന്തി ഹൃദയം നിറച്ച സ്നേഹമാ എന്നെന്നും കാത്തിടുന്നെ നിത്യം കാന്തയായി തൻ കൂടെ വാഴുവാൻ എന്നെന്നും കാത്തിടുന്നെ നിത്യം കാന്തയായി തൻ അതുകൊണ്ട് നന്ദിയാ എന്നുള്ളം തുള്ളുന്നേ വല്ലഭ നിൻ കൃപയോർക്കുമ്പോ നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ വല്ലഭ നിൻ കൃപയോർക്കുമ്പോ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ വല്ലഭ നിൻ കൃപയോർക്കുമ്പോ നന്ദിയാൽ എന്നുള്ളം ഇന്ന് രാത്രിയിലും നന്ദിയോടെ അവൻ ചെയ്ത കൃപകളെ ഓർത്ത് അവൻ നൽകിയ ദാനങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ആധാരങ്ങളെ തുറന്ന് ശക്തിയോടെ സ്തുതിച്ചാണ് േര
കച്ചവടക്കാരെ പോലെ ഇരിക്കാതെ ആമേൻ ആമേൻ എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും അവന്റെ ദാനമാണെന്ന് തിരിച്ചറിയുന്ന ജനവും അതരങ്ങളെ തുറന്ന് അന്യഭാഷകളിൽ സ്തുതിച്ചാണ്. ഓ യെസ്, ഈ വർഷത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് നാം കടക്കുമ്പോൾ ഓ യെസ്, ശക്തിയോടെ ഈ വർഷം നമ്മെ നടത്തിയതോർത്ത് ആ നല്ലവനായ കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ അക്കരവും ശബ്ദം ഉയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ച് അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. 2025 അവസാന രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, എന്നെ ജയോത്സവമായി വഴി നടത്തിയ നല്ല കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ജയോത്സവമായി നമ്മളെ വഴി നടത്തിയ നല്ല കർത്താവിനെ ആ കരങ്ങളെ ഉയർത്തി നന്ദിയോടെ ദൈവജനം ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും അവൻ തീയിലിട്ട് ചുട്ടുകളയുന്നു. 2025 നമ്മൾ നല്ല ഫലം കായ്ച്ചത് കൊണ്ട് മാത്രമല്ല, രാത്രിയിൽ നമ്മൾ നിർത്തിയത് ആ ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ്. നമ്മൾ തകർന്നു പോകുമെന്ന് വിചാരിച്ച സമയത്തും നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുമെന്ന് നാം വിചാരിച്ച സമയത്തും അവന്റെ കൃപയാണ് നമ്മളെ നിലനിർത്തിയെന്ന് ഉറപ്പുള്ള ദൈവമക്കളെല്ലാം ആ കരങ്ങളെ ഉയർത്തി നന്ദിയോടെ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് 2025 ആദ്യം മുതൽ ഇന്ന് ഈ നിമിഷം വരെ എന്നെ അത്ഭുതകരമായി അതിശയകരമായി എന്നെ വഴി നടത്തിയ നല്ല കർത്താവിനെ നന്ദിയോടെ അതരങ്ങളെ തുറന്ന ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഒന്നുമില്ലായ്മയിൽ നമ്മളെ എല്ലാം ഉള്ളവനെ പോലെ വഴി നടത്തി ശ്രേഷ്ഠമായതെല്ലാം നൽകി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം നമുക്ക് നൽകി 2025 എൻ്റെ ദൈവം എന്നെ വഴി നടത്തിയ ദൈവത്തിന്റെ കൃപയെ ഓർത്ത് നന്ദിയോടെ ദൈവജനമെല്ലാം ശബ്ദമുയർത്തിയ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ശത്രുവിന്റെ ഒരു പദ്ധതിക്കും അകപ്പെടാതെ ദൈവത്തിന്റെ കൃപയാൽ അവൻ നമ്മളെ പൊതിഞ്ഞത് കൊണ്ടാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ തിന്മയ്ക്കായി ഒന്നും ചെയ്യുന്ന ദൈവമല്ല, സകലതും എൻ്റെ ദൈവം നന്മയാക്കി തീർത്ത ദൈവമാണ്. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അത് തിന്മയ്ക്കല്ല നന്മയ്ക്കായ എത്രയുള്ള നിരൂപണങ്ങൾ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, 2025 അവസാന നിമിഷത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ ജീവിതത്തിൽ ഞാൻ തിന്മയായി ഭവിക്കുമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നന്മയാക്കി തീർത്തു. ആ നല്ല കർത്താവിനെ കരവും ശബ്ദവും ഉയർത്തി നന്ദിയോടെ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ നീ ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ നീ ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി. ചേർന്ന് പാടാമോ? നന്മയല്ലാതൊന്നും നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ നീ ചെയ്യുകയുള്ളല്ലോ.
നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഓ തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ. നന്മയ്ക്കായി കൂടി ദൈവജനം ചേർന്ന് പാടാമോ? ഉന്നതൻ നീ, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അനുഭവമുള്ളവരൊന്ന് ചേർന്ന് പാടാമോ? ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ, അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവജനം ചേർന്ന് പാടാമോ? നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ, നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ, കരുതിയ കരുതൽ നീനച്ചിടുമ്പോൾ, നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ, കരുതിയ കരുതൽ നീനച്ചിടുമ്പോൾ, സ്തുതിക്കുവാനായിരം നാവു പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതി. അപ്പാ സ്തുതിക്കുവാൻ ആയിരം നാവ് പോരായേ, എങ്കിലും ആവോ. ദൈവജനമെല്ലാം ഒന്ന് ചേർന്ന് പാടാമോ? ഉന്നതൻ നീ, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ, അത്ഭുതവാൻ, അതിശയവാൻ, ഓ നീ മാത്രമൻ ദൈവം. ചേർന്ന് പാടാമോ? യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം, സ്തുതികൾക്കു യോഗ്യൻ. വേറെ ആരും, വേറെ ആരും, വേറെ ഒന്നും എൻ്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. ശബ്ദമുയർത്തി യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം, സ്തുതികൾക്കു യോഗ്യൻ. വേറെ ആരും, വേറെ ആരും, വേറെ ഒന്നും എൻ്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. യേശുവെ പോൽ, യേശുവെ പോലെ. ഇന്ന് രാത്രിയിലും ആ അനുഭവമുള്ള ദൈവമക്കളെല്ലാം വായ്കളെ തുറന്നൊന്ന് പറയാൻ കഴിയുമോ? എന്റെ പ്രിയനെ പോലെ ഈ ഉലകത്തിൽ വേറെ ആരുമില്ല. അവൻ എന്നെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ശക്തിയോടെ എന്ന് ചേർന്ന്, യേശുവെ പോലെ ആരുമില്ല. എന്റെ പ്രിയനെ പോൽ, എന്റെ പ്രിയനെ പോൽ. ആയിരം കരങ്ങൾ വന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവജനം ചേർന്ന് പാടാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
മഹത്വം എന്റെ പ്രാണപ്രിയന് വന്ദനം എന്റെ യേശുവിന് മഹത്വം എന്റെ പ്രാണപ്രിയന് വന്ദനം. ചേർന്ന് പാടാം. എല്ലാ നാവും സർവലോകവും യേശുനാമം ഉയർത്തിയിടുമേ. ബഹുമാനവും സ്തുതി സ്തോത്രവും സർവം സ്വീകരിപ്പാൻ യേശു യോഗ്യൻ. ബഹുമാനവും സ്തുതി സ്തോത്രവും സർവം സ്വീകരിപ്പാൻ യേശു യോഗ്യൻ. യേശുവെ പോലെയാരുമേ. ഇന്ന് രാത്രിയിലും അനുഭവമുള്ള ദൈവമക്കളെല്ലാം ശബ്ദമുയർത്തിയെന്ന് പറഞ്ഞേ, എന്റെ പ്രിയനെ പോലെ ഉലകത്തിൽ വേറൊരു ദൈവമില്ല. ശബ്ദമുയർത്തി എന്റെ യേശുവെ പോലെയാ എന്റെ പ്രിയനെ പോൽ ദൈവജനമെന്ന ശബ്ദമുയർത്തി ആ കരങ്ങളെ ഉയർത്തി ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കളില്ല. നന്ദിയോടെ ശബ്ദങ്ങൾ ഉയർത്തി ഹല്ലേലൂയ 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 എന്റെ യേശുവിന് മഹത്വം എന്റെ പ്രാണപ്രിയന് വന്ദനം എന്റെ യേശുവിന് മഹത്വം എന്റെ പ്രാണപ്രിയന് വന്ദനം. ഇന്ന് രാത്രിയിലും എത്ര പേർക്ക് പറയാൻ കഴിയും, ആ കർത്താവിന്റെ കൃപയാൽ അവൻ എന്നെ പൊതിഞ്ഞത് കൊണ്ടാണ്, അവന്റെ കൃപയാൽ അവൻ എന്നെ മറച്ചത് കൊണ്ടാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നത്. സന്തോഷമുള്ള ദൈവമക്കളെല്ലാം കരങ്ങളെ ഉയർത്തി നന്ദിയോടെ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, ഈ 2025 നാം കേട്ട വാഗ്ദത്ത ശബ്ദമായിരുന്നു ദ ഇയർ ഓഫ് ഗ്രേറ്റ് ഗ്രേസ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായി വിശ്വസിച്ച കൂട്ടത്തിന്റെ മേൽ ദൈവം ധാരാളം കൃപ നൽകി. ആ കൂട്ടത്തിന്റെ മേൽ ധാരാളം കൃപ ലഭിച്ചു. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, ഈ വാഗ്ദത്ത വചനം എൻ്റെ ജീവിതത്തിൽ, ഈ വർഷത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ അത്ഭുതകരമായി വഴി നടത്തി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, 2025 എനിക്ക് അനുഗ്രഹത്തിന്റെ വർഷമായിരുന്നു എന്ന് ഉറപ്പുള്ള ദൈവമക്കളെല്ലാം നന്ദിയോടെ കരങ്ങളെ ഉയർത്തി ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ച്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് പറയാൻ കഴിയും, ഈ 2025 എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ അനുഗ്രഹത്തിന്റെ വർഷമായിരുന്നു. കാരണം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം ഈ സമയം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞ് 4 വർഷമായി. ഞങ്ങൾ തലമുറകളില്ലാതെ വളരെ ഭാരപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു. എന്നാൽ 2025 അഭിഷക്തനിൽ കൂടി കേട്ട ദൈവത്തിന്റെ വാഗ്ദത്ത വചനം, ദ ഇയർ ഓഫ് ഗ്രേറ്റ് ഗ്രേറ്റ്,
താൻ എൽഷദായി കുടുംബത്തിന് നേരെ ഡിക്ലെയർ ചെയ്തപ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങനെയെങ്കിൽ ഈ വർഷം ഞങ്ങൾക്കൊരു തലമുറയെ ദൈവം നൽകണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ 2025 നവംബറിൽ ഹല്ലേലൂയ കർത്താവിന്റെ കൃപയാൽ ദൈവം ഞങ്ങൾക്കൊരു ആൺ തലമുറയെ നൽകി. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രിയിലും ആ നല്ല കർത്താവിനെ എത്രയൊക്കെ സ്തുതിച്ചാലും, എത്രയൊക്കെ പാടിയാലും, എത്രയൊക്കെ ആരാധിച്ചാലും മതിയാവത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ തിന്മയാകുമെന്ന് ഞാൻ വിചാരിച്ച പല സാഹചര്യത്തിലും നമ്മളെ നന്മയാക്കി തീർക്കുന്ന ആ നല്ല കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ഇത്ര നല്ല കർത്താവിനെ രുചിച്ചറിയാൻ ലഭിച്ച ഭാഗ്യപദവി ഓർത്ത് നന്ദിയോടെ ദൈവജനമെല്ലാം ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് നന്ദിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ച്, ആ അനുഭവമുള്ള ദൈവമക്കളെല്ലാം ആ കരങ്ങളെ ഒന്ന് തട്ടി സന്തോഷത്തോടെ ഒരുമിച്ച് ഹല്ലേലൂയ ആ കരങ്ങളെല്ലാം തട്ടി ഹല്ലേലൂയ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാനാ എത്ര നല്ലവൻ, എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത ദൈവജനം ചേർന്ന് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാനാ എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനായി, എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനായി. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാനാ ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും. ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദം. ദൈവജനം ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാനാ സഭ ചേർന്ന് മനോവേദന ബാലശോധന മമ ജീവിത പാതയതിൽ. മനോവേദന ബാലശോധന മമ ജീവിത പാതയതിൽ. മാറാതേടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. മാറാതേടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി. ചേർന്ന് പാടാം. എത്ര നല്ലവൻ, എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം
അടുത്ത സഹായകൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന, അതുകൊണ്ട് ദൈവജനം ചേർന്ന് പാടാമോ? യേശുവെ പോൽ ആരുമില്ല, എന്റെ യേശുവെ പോൽ. ചേർന്ന് യേശുവെ പോൽ ആരുമില്ല, എന്റെ യേശുവെ പോൽ ആരുമില്ല. യേശുവെ പോൽ ആരുമില്ല, എന്റെ യേശുവെ പോൽ ആരുമില്ല. ഓ യേശുവെ പോൽ ആരുമില്ല, എന്റെ യേശുവെ പോൽ ആരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, ഓ സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു ദൈവജനം ചേർന്ന് പാടാമോ? യേശുവെ പോൽ ആരുമില്ല, എന്റെ യേശുവെ പോൽ ആരുമില്ല. യേശുവെ പോൽ ആരുമില്ല, എന്റെ യേശുവെ പോൽ. ശബ്ദമുയർത്തി യേശുവെ പോൽ ആരുമില്ല, എന്റെ യേശുവെ പോൽ ആരുമില്ല. ഓ യേശുവെ പോൽ ആരുമില്ല, എന്റെ യേശുവെ പോൽ ആരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, ഓ സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. പാപത്തിൻ കറകൾ പോക്കാൻ പാവന രക്തം ചിന്തി, പാപത്തിൻ കറകൾ പോക്കാൻ പാവന രക്തം ചിന്തി. അങ്ങെ പോലെ ആരുമില്ല, യാഗമായി തീർന്നവനേ, അങ്ങെ പോലെ ആരുമില്ല, യാഗമായി. ദൈവജനം ചേർന്ന് പാടാമോ? യേശുവെ പോൽ ആരുമില്ല, എന്റെ യേശുവെ പോൽ ആരുമില്ല. യേശുവെ പോൽ ആരുമില്ല, എന്റെ യേശുവെ പോൽ. ശബ്ദമുയർത്തി യേശുവെ പോൽ ആരുമില്ല, എന്റെ യേശുവെ പോൽ ആരുമില്ല. യേശുവെ പോൽ ആരുമില്ല, എന്റെ യേശുവെ പോൽ ആരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, ഓ സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. സ്വർഗ്ഗത്തിലും ഭൂമിയിലും. ഇന്ന് രാത്രിയിലും എത്ര പേർക്ക് പറയാൻ കഴിയും? എന്റെ ദൈവത്തെ പോലെ ഉലകത്തിൽ വേറൊരു ദൈവമില്ല, എന്റെ ദൈവത്തെ പോലെ ആരാധനയ്ക്ക് യോഗ്യന് ഉലകത്തിൽ വേറെയില്ല. രാജാതി രാജാവോ കർത്താവോ, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രത്യക്ഷത വരുത്തുകയും ചെയ്യുന്ന ആ നല്ല കർത്താവിനെ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് ഇവരെ രക്ഷകനാഥനെ. Hallelujah. Thank you, Jesus. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒരിക്കൽ കൂടി നന്ദിയോടെ സ്തുതിക്കുമോ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്തത ഒരിക്കൽ കൂടി ഈ വർഷത്തിൻ്റെ ഈ അവസാന ദിവസം, അവസാന മണിക്കൂറുകളിൽ കർത്താവിനെ ചേർന്ന് സ്തുതിപ്പാൻ, ആ വിശ്വസ്തതയെ നമുക്ക് ഓർത്ത് നമുക്ക് ആഘോഷിക്കാം. ദൈവം നൽകുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുമ്പോൾ തന്നെ
ഇന്ന് രാത്രി ദൈവം അതിശക്തമായി ഉപയോഗിക്കുന്ന അഭിഷക്തന്മാരോട് ചേർന്ന് കർത്താവിൻ്റെ നാമം ഉയർത്തുവാൻ, പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസൻ ബ്രദർ ഷിജൻ, ബ്രദർ ഏബൽ, എല്ലാവരോടും ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം നൽകുന്ന ഈ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ, പ്രിയ ബ്രദർ റിബിൻ, അനുഗ്രഹിക്കപ്പെട്ട മ്യൂസീഷ്യൻസ് എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ ഞങ്ങൾക്ക് ചേർന്ന് ഞങ്ങളുടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകി. പ്രത്യേകിച്ച് ജീസസ് ഈസ് എലൈവ് ചർച്ച് എൽ ഷദായ് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ഒരു വർഷം നിരവധി മീറ്റിങ്ങുകളിൽ, നിരവധി ശുശ്രൂഷകളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയ നിങ്ങളെ എല്ലാവരെയും ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളിൽ ചിലരെങ്കിലും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചവരാണ്. നിങ്ങളിൽ ചിലരെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് ആമേൻ അപേക്ഷിച്ചവരാണ്. ഞങ്ങളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചവരാണ്. ഞങ്ങളുടെ നിലനിൽപ്പിനായി പ്രാർത്ഥിച്ചവരാണ്. ഞങ്ങൾ നന്ദിയോടെ നിങ്ങളെ ഓർക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയോട് നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും കരുതലുകൾക്കും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് പറഞ്ഞു തുടങ്ങിയത്, കഴിഞ്ഞ വർഷം പറഞ്ഞു തുടങ്ങിയത്, ഈ വർഷം 2025 അത് വലിയ കൃപയുടെ വർഷമാണ്. We declare that it's gonna be a year of great grace. And നമ്മുടെ ജീവിതത്തിൽ ആ വലിയ കൃപ അനുഭവിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം പ്രിയ ബ്രദർ ഷിജിനിലൂടെ നമ്മൾ കേട്ടു. കർത്താവിന്റെ ദാസൻ ബ്രദർ ഏബലും കർത്താവ് നടത്തിയ ആ കൃപ തൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെ പറഞ്ഞു. ഒട്ടും വ്യത്യസ്തമല്ലാതെ എൻ്റെ ജീവിതത്തിലും ഈ കഴിഞ്ഞൊരു വർഷം ആ ദൈവവചനത്തെ, ആ വലിയ ശബ്ദത്തെ പ്രിയ കർത്താവിൻ്റെ ദാസൻ അഭിഷക്തൻ അപ്പോസ്തലൻ ടിനു ജോർജ് ഞങ്ങളെ നോക്കി, നമ്മെ നോക്കി, ഈ സഭയെ നോക്കി താൻ ആത്മനിറവിൽ അത് ഡിക്ലെയർ ചെയ്യുമ്പോൾ വളരെ പ്രതീക്ഷയോടെ സ്വീകരിച്ചവരാണ് ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി തിരിഞ്ഞു നോക്കുമ്പോൾ അതിനൊട്ടും വ്യത്യാസമില്ലാതെ, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ ആ വലിയ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്നത് ഈ വർഷത്തിന്റെ ഈ കഴിഞ്ഞ 12 മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും അനുഭവിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ഈ പുതുവർഷത്തിൽ കർത്താവ് നമ്മോട് പറയാൻ പോകുന്നത്, ദൈവം നമ്മോട് ചെയ്യാൻ പോകുന്നത് നമ്മൾ കേൾക്കാൻ വളരെ ആകാംക്ഷയോടെ ആയിരിക്കുകയാണ്. വിശ്വസിക്കുക ദൈവമക്കളെ, ഇത് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അത് അനുഭവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ഇന്ന് രാത്രി ചേർന്ന് ഒരിക്കൽ കൂടി ആ കർത്താവിന്റെ നന്മകൾക്ക്, കർത്താവിന്റെ ദാനങ്ങൾക്ക് നന്ദിയോടെ ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അല്പസമയം നന്ദിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കുന്നു. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാ. ചേർന്ന് അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാ. അകൃപയോർത്ത് അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ. അങ്ങേ
നന്ദിയോടെ അവൻ ചെയ്ത ഉപകാരങ്ങൾക്ക് നമ്മൾ ചേർന്ന് ഒരിക്കൽ കൂടി നന്ദി പറയാൻ പോവുകയാണ്. ജീവിതത്തിൽ നൽകിയതെല്ലാം, ജീവിതത്തിൽ ലഭിച്ചതെല്ലാം അവിടുത്തെ ദാനമാണ്, അവിടുത്തെ കരുതലാണ്, അവിടുത്തെ നന്മകളാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ഞാൻ എൻ്റെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷം നമ്മൾ അസാധ്യമാണെന്ന് ചിന്തിച്ചതിനെ, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് വിധി എഴുതി തള്ളിക്കളഞ്ഞതിനെ നമ്മിലൂടെ ചെയ്ത് ദൈവനാമം ഉയർത്തപ്പെടുവാൻ, ദൈവനാമം മഹത്വപ്പെടുവാൻ അവിടുന്ന് നമ്മിൽ പകർന്ന ആ വലിയ കൃപ കാരണമായി തീർന്നു. ആ ഗ്രേറ്റ് ഗ്രേസ് അതിന് റീസണായി മാറി. ഇന്ന് രാത്രിയിലും ആ കർത്താവ് പകർന്ന എല്ലാ ആത്മീയ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുമ്പോൾ എത്ര പേർ ഇന്ന് രാത്രി ചേർന്ന് പറയും, കർത്താവെ ഒരാത്മശക്തി എനിക്ക് വേണം, ഒരു പുതുബലം എനിക്ക് വേണം. ഈ പുതുവർഷത്തിലേക്ക് ഞങ്ങൾ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്കറിയാം വലിയ പദ്ധതികൾ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഈ ലോകത്തിൽ ദൈവനാമം ഉയർത്തുവാൻ 2026 അങ്ങയുടെ നാമം ഉയർത്തപ്പെടേണ്ടത് ഞങ്ങളെ ഇനിയും ആത്മശക്തിയാൽ, അഭിഷേകത്താൽ ഒരിക്കൽ കൂടി നിറയ്ക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുക. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. Let us celebrate the great grace. Come on, one more time, one more time. Let us celebrate the great grace. ആ വലിയ കൃപ ഒരിക്കൽ കൂടി നന്ദിയോടെ ആഘോഷിച്ച്, ആ കൃപ തീർന്നു പോയിട്ടില്ല. ആ കൃപയാൽ ഇനിയും ചിലതിനെ ജയിക്കാൻ, ഇനിയും ചിലതിനെ തോൽപ്പിക്കാൻ, ഇനിയും ചിലതിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് സന്തോഷത്തോടെ ആ കൃപയിൽ ആശ്രയിച്ച് ക്ലേശം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ തുറന്നിടുക മൽനീരുറവ, ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുവാൻ. ക്ലേശം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ തുറന്നിടുക നൽനീരുറവ, ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുക. അഭിഷേകം വേണം, അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ.
അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോട് ആരാധിപ്പാൻ. ആത്മാവിനാലെ നിൻ ശക്തിയാലെ വൻകോട്ടകൾ തകർത്തിടുവാൻ. Come on everyone. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോട് ആരാധിപ്പാൻ. ആത്മാവിനാലെ നിൻ ശക്തിയാലെ വൻകോട്ടകൾ തകർത്തിടുവാൻ. അഭിഷേകം അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപ. അഭിഷേകം അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ത്യകാലത്ത് സകല ജഡത്തിനുമേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് വാഗ്ദത്തം പറഞ്ഞവൻ. This is the time to receive the mighty outpouring of the Holy Spirit. ഇന്ന് രാത്രി ചേർന്ന് അന്ധകാര ശക്തി സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവിടുത്തെ അഭിഷേകത്താൽ, ആത്മാവിനാൽ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഓ അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ചേർന്ന് പാടുമോ? ഓ അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അവൻ രാജ്യങ്ങൾ കീഴടങ്ങൂ, ദേശങ്ങൾ പിടിച്ചെടുക്കൂ. രാജ്യങ്ങൾ കീഴടങ്ങൂ, ദേശങ്ങൾ. അഭിഷേകത്തോടെ അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. Hallelujah for the glory of God. അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം. Are you expecting that revival tonight? ഓ ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം. രാജ്യങ്ങൾ അവരുടെ മുൻപിൽ, രാജ്യങ്ങൾ കീഴടങ്ങൂ, ദേശങ്ങൾ പിടിച്ചെടുക്കൂ. രാജ്യങ്ങൾ കീഴടങ്ങൂ, ദേശങ്ങൾ പിടിച്ചെടുക്കൂ. For that അഭിഷേകം അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അഭിഷേകം അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. 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 Hallelujah. Come on, കരങ്ങളെ ചേർത്ത് തട്ടി Hallelujah. അധികാരത്തോടെ അഭിഷേകത്തോടെ നാം കേട്ട അഭിഷക്തന്റെ അധരങ്ങളിൽ നിന്ന് വന്ന ആ ഡിക്ലറേഷനുകളാണ്
നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായ വാതായനങ്ങൾ നമ്മുടെ മുൻപിൽ തുറന്നത്. നിങ്ങളിൽ എത്ര പേർക്ക് സമ്മതിക്കാൻ കഴിയും? നമ്മിൽ പലരും വിധി എഴുതിയതല്ലേ നമ്മുടെ ജീവിതത്തിൽ അത് അസംഭവ്യമാണെന്ന്. എന്നാൽ ഏതോ ഒരു നിമിഷം പരിശുദ്ധാത്മാവ് നമ്മെ തൻ്റെ കൃപയിൽ, തൻ്റെ വാക്ക് വിശ്വസിക്കാൻ, തൻ്റെ പദ്ധതികൾക്ക് കൈകൊടുക്കാൻ, തന്നിൽ വിശ്വസിച്ച് ചുവടുകൾ വെക്കാൻ, പത്രോസ് പറഞ്ഞതുപോലെ നാഥാ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. അത് യാഥാർത്ഥ്യമാണ് താൻ പറഞ്ഞത്. എന്നാൽ ആ യാഥാർത്ഥ്യം പറഞ്ഞു നിർത്തുന്നതിന് മുൻപ് താൻ പറഞ്ഞു, എങ്കിലും അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കാം. കഴിഞ്ഞൊരു വർഷം അങ്ങനെ സകലതും ആമേൻ അസാധ്യതകളായി നമ്മുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കുമ്പോൾ, ആമേൻ നിന്നപ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ലാതിരുന്നപ്പോഴും നാം കേട്ട ദൈവശബ്ദമല്ലേ ഇത്രയും നാൾ നമ്മെ കൊണ്ടുവന്നത്? വിശ്വസിക്കുക. മനുഷ്യന്റെ അഭിപ്രായങ്ങൾക്കപ്പുറത്ത് ഇന്ന് രാത്രി നിന്നെ നിർമ്മിച്ച കർത്താവിന് നിന്നോട് പറയാനുള്ള ആ ആലോചന ഇന്ന് രാത്രി ധൈര്യമായി സ്വീകരിക്കുക. We are really excited. കാരണം ഞങ്ങൾക്കറിയാം ഈ അടുത്ത വർഷം മനുഷ്യന്റെ ഇഷ്ടമല്ല നടക്കാൻ പോകുന്നത്, നിന്റെ ബന്ധുക്കാരുടെ ഇഷ്ടമല്ല നടക്കാൻ പോകുന്നത്, നിന്നെക്കുറിച്ച് ആരൊക്കെയോ പറയുന്ന കമന്റുകൾ അല്ല നടക്കാൻ പോകുന്നത്. ലോകസ്ഥാപനത്തിന് മുൻപേ നിന്നെ നിർമ്മിച്ചൊരു ദൈവം നിനക്കുണ്ട്, നിനക്കൊരു ഉടയവനുണ്ട്, നിനക്കൊരു ഉടമസ്ഥനുണ്ട്. ഈ ഭൂമിയിൽ ജന്മം നൽകാൻ അനുവാദം തന്നവൻ, ഇതുവരെയും കരുതിയവൻ, ഇതുവരെയും നടത്തിയവൻ, ഇനിയും നിന്നെ നടത്താൻ അവൻ സർവശക്തനാണ്. നീ ഒരു അബദ്ധമായി തീരത്തില്ല, നീ അനേകരുടെ മുൻപിൽ ഒരു അത്ഭുതമായി തീരുന്ന ഒരു പുതുവർഷം ഈ ദിവസങ്ങളിൽ ആമേൻ അത് പ്രതീക്ഷിക്കുന്നവർ ആത്മാവിലെ കരങ്ങളെ തട്ടി ഒരു ആമേൻ. ഒന്ന് ചിന്തിച്ചേ, നമ്മുടെ ജീവിതത്തിൽ അവൻ നമ്മെ വിളിച്ചില്ലായിരുന്നുവെങ്കിൽ, അവൻ നമ്മെ തിരഞ്ഞെടുത്തില്ലായിരുന്നുവെങ്കിൽ, അവന്റെ സ്നേഹം നമുക്ക് നൽകിയില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം എന്തായി പോയനെ? ആർക്കും വേണ്ടാതെ, ആരുമില്ലാതെ, ഒരു കണ്ണിനും ദയ തോന്നാതെ കിടന്ന ചില നാളുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട്. ദൈവമക്കളെ, ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ നൽകിയത് യേശുവപ്പായാണ്. പ്രതീക്ഷകൾ, ജീവിക്കാൻ ഒരു പ്രതീക്ഷ നൽകിയവൻ, ഒരു ഹോപ്പ് നൽകിയവൻ അത് യേശു കർത്താവാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ആവേശത്തോടെ, സന്തോഷത്തോടെ ഞങ്ങൾ പാടുന്നത്. കാരണം ഞങ്ങൾക്കറിയാം അവൻ ഞങ്ങളെ വിളിച്ചെങ്കിൽ അവൻ വിശ്വസ്തനാണ്, അവൻ വാക്കുമാറത്തില്ല, അവൻ വഴിയിൽ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയത്തില്ല. ജീവിതത്തിന്റെ ഉയർച്ചയിലും താഴ്ചയിലും, ജീവിതത്തിന്റെ നന്മയിലും തിന്മയിലും, ജീവിത സാഹചര്യങ്ങൾ ഏതുമാകട്ടെ അതിനകത്ത് ഞങ്ങളെ തനിച്ചു വിടാതെ ഞങ്ങളുടെ കരം പിടിക്കുന്ന ഒരു ദൈവം. യെസ്, വിശ്വസിക്കാമോ? മഹോന്നതം തിരുനിമിത്തം അതിശ്രേഷ്ഠം, തിരഞ്ഞെടുപ്പോ അവർണ്ണനീയം. മഹോന്നതം മഹോന്നതം തിരുനിമിത്തം അതിശ്രേഷ്ഠം, തിരഞ്ഞെടുപ്പോ അവർണ്ണനീയം. ചേർന്ന് പാടാമോ? വർണ്ണിച്ചില്ല വർണ്ണിച്ചില്ല വാക്കുപോരാ നിൻ കരുതൽ അനന്യം. വർണ്ണിച്ചില്ല വാക്കുപോരാ നിൻ കരുതൽ അനന്യം. പറഞ്ഞേ, മഹോന്നതം മഹോന്നതം
ചേരുവാൻ അവയോരോന്നും നിമിത്തമാ അങ്ങേ അറിയുവാൻ അങ്ങിൽ ചേരുവാൻ അവയോരോന്നും നിമിത്തമാ. ദൈവവചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ നോക്കി നീ ഭാരപ്പെടണ്ട. ഇപ്പോഴത്തെ നിന്റെ ചുറ്റുപാടുകൾ നോക്കി നീ ഭാരപ്പെടണ്ട. ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ നോക്കി നിന്റെ ഭാവിക്ക് നീ വിലയിടണ്ട. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിലെ ബേസിനെ പോലെ നിന്റെ അതിരുകളെ വിശാലമാക്കി നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന് നന്ദിയോടെ എല്ലാം നന്മയ്ക്കായി, ഓ ആ കരങ്ങളെ ഉയർത്തിപ്പറ, എല്ലാം നന്മയ്ക്കായി, എല്ലാം നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി, സർവം നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി, എല്ലാം എല്ലാം നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി, സർവം നന്മയ്ക്കായി, എന്റെ ചേർന്ന് പറഞ്ഞ എല്ലാം നന്മയ്ക്കായി, എല്ലാം നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി, സർവം നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി, എല്ലാം എല്ലാം നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി, സർവം നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി. മഹോന്നതം മഹോന്നതം തിരുനിമിത്തം അതിശ്രേഷ്ഠം, തിരഞ്ഞെടുപ്പോ അവർണ്ണനീയം. നമ്മുടെ ദേവദാസന്മാർ പാടിക്കൊണ്ടിരുന്ന പാട്ടുകൾ അതാണ്. നന്മയല്ലാതൊന്നും ചെയ്യാത്തവൻ, തിന്മയ്ക്കായി ഭവിക്കുമെന്ന് കരുതിയതിനെ നന്മയ്ക്കാക്കി തിരിച്ചവൻ. ഇന്ന് രാത്രിയിൽ ഈ പുതുവർഷത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപുള്ള ചില മണിക്കൂറുകളിൽ നാം ആയിരിക്കുമ്പോൾ, നാം പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞാനൊന്ന് നിങ്ങളോടൊന്ന് റിക്വസ്റ്റ് ചെയ്യട്ടെ, ഒരു പരാതിയില്ലാതെ പുതുവർഷത്തിലേക്ക് കയറണം. ഒരു പരിഭവം ഇല്ലാതെ പുതുവർഷത്തിലേക്ക് കയറണം. ചില വഴികൾ നിന്റെ മുൻപിൽ അടച്ചു കളഞ്ഞപ്പോൾ ഒരല്പം ബുദ്ധിമുട്ട് തോന്നിയല്ലേ? പക്ഷെ ഇന്ന് രാത്രി വിശ്വസിച്ച കരങ്ങൾ ഉയർത്തി പറയണം, അപ്പാ ആ വഴി അടഞ്ഞതും നന്മയ്ക്കാണ്. കാരണം എനിക്ക് വേണ്ടി വലുതും സഫലവുമായ മറ്റൊരു വാതിൽ തുറക്കാൻ അത് മുഖാന്തരമായി മാറി. ഇന്ന് രാത്രി ഈ തിരിച്ചറിവാണ് ഈ പുതുവർഷത്തിൽ കർത്താവിൽ ജയത്തോടെ നടത്താൻ. ആമേൻ ആമേൻ ഹല്ലേലൂയ. ഈ കർത്താവിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതികളെ നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായി അത് സംഭവിക്കുവാൻ നിങ്ങളിൽ നിന്ന് ആവശ്യമായത് ഈ തിരിച്ചറിവാണ്. ഇന്ന് രാത്രി നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, എല്ലാം നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി, സർവം നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി, എല്ലാം നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി, സർവം നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി. മഹോന്നതം മഹോന്നതം തിരുനിമിത്തം അതിശ്രേഷ്ഠം,